ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 15-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പഞ്ചദശോധ്യായ. ശ്രീശുക ഉവാച. ഊചതുർമൃതകോപാന്തേ പതിതം മൃതകോപമം ശോകാഭിഭൂതം രാജാനം ബോധയന്തൗ സദുക്തിഭിः. ശോകാഭിഭൂതം, വളരെയധികം ദുഃഖത്താൽ അചേതനമായ, അചേതന തുല്യം എന്ന് വെച്ചാൽ ചേതനയില്ലാത്തതായ മൃതകോപാന്തേ, മൃതകം എന്ന് പറഞ്ഞാൽ ശവശരീരത്തിൻ്റെ അടുത്ത്, ഉപാന്തേ അടുത്ത്, പതിത വീണവനും മൃതകോപമം മൃതനായിരിക്കുന്നതിനോട് ഉപമിക്കത്തക്കതായ, അതായത് ശവശരീരം പോലെ ഇരിക്കുന്ന, ശവശരീരം പോലെ ആയവനുമായ രാജാനം, രാജാവിനെ, സദുക്തിഭിഹി, ആ നല്ല വാക്കുകൾ കൊണ്ട്, ബോധയന്തൗ ബോധിപ്പിക്കുന്നവരായിട്ട്, ഊചതുഹു പറഞ്ഞു. രണ്ട് പേരുണ്ട്, നാരദരും അങ്കിരസും, രണ്ടുപേരും കൂടിയാണ് വന്നത് അല്ലേ. നാരദോ മുനി രാജകാമ സ നാരദ, അത് ഏവം കശ്മലമാപന്നം നഷ്ടസ്വപ്നം അനായകം ജ്ഞാത്വ അങ്കിരാനാമ മുനിഹി ആജകാമ സ നാരദ എന്നാണ് കഴിഞ്ഞ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ലൈന്. അപ്പം നാരദര മുനിയോട് കൂടി അങ്കിരസ് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ കിടക്കുന്നതായിട്ട് രാജാവിനെ നല്ല വാക്കുകൊണ്ട് ബോധയന്തൗ ബോധിപ്പിക്കുന്നവർ, രണ്ട് പേരുള്ളതുകൊണ്ട് ബോധയന്തൗ ബോധിപ്പിക്കുന്നവരായിട്ട് ഊചതു പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു. മൃതശരീരം പോലെ കിടക്കുന്ന ശോകാഭിരാമം, ദുഃഖത്താൽ കിടക്കുന്ന രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു എന്നാ. കോയം സ്യാത്തവ രാജേന്ദ്ര ഭവാൻ യം അനുശോചതി ത്വം ചാസ്യ കഥമ സൃഷ്ടൗ പുരേദാനീമതഃ പരം. പുരേദാനീം അതഃ പരം, ഇനി മേലിൽ. കോയം സ്യാത്തവ രാജേന്ദ്ര, എന്തിനാണ് രാജശ്രേഷ്ഠ അങ്ങ് അനുശോചതി ദുഃഖിക്കുന്നത് അയം തവക്ക, ഇവൻ നിൻ്റെ ആരാണ്, പുരാ സൃഷ്ടോ പണ്ടത്തെ സൃഷ്ടിയിൽ, അസ്യ ഇവന്, ത്വം ച കഥമ അങ്ങ് ആരാണ്, പരം ഇനി മേലിൽ ആരാണ്. ഇപ്പം രാജാവിനോട് ആദ്യം പറഞ്ഞു കൊടുത്ത വാക്ക് ശരിയായിട്ട് നമ്മൾ പറയുന്നത് തന്നെ. കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് ഇവൻ ആരായിരുന്നു, ഇപ്പോഴാരാണ്, ഇനിയത്തെ സൃഷ്ടിയിൽ ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. കോയം സ്യാത്തവ രാജേന്ദ്ര ഭവാൻ യം അനുശോചതി, ഈ ദുഃഖിക്കുന്നവൻ അങ്ങ് ആരാൾ ദുഃഖിക്കപ്പെടുന്നു അവൻ, അനുശോദിക്കുന്നവൻ അവൻ, ഇവൻ നിൻ്റെ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ ആരാണ് അവൻ, പുരാസൃഷ്ടോ ഏത് പഴയ സൃഷ്ടിയിൽ, പണ്ടത്തെ സൃഷ്ടിയിൽ, അസ്യ ത്വം ച കഥമ ആരാകുന്നു ഇപ്പോഴത്തെ ഇതിനകത്ത്, പരം ഇനി മേലിൽ ഇവൻ ആരാണ്. പിന്നെ 3 കാലത്തും, അതായത് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഇവൻ അങ്ങേക്ക് ആരാണ് എന്ന് ചോദിക്കുക. ഇത് ചെറിയൊരു അധ്യായമാണ്, 28 ശ്ലോകങ്ങളെ ഉള്ളതാണ് എൻ്റെ ഓർമ്മ. യഥാ പ്രയാന്തി സംയാന്തി സ്രോതോ വേഗേന പാലുകാഹ സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിനഃ. സ്രോതോ വേഗേന, ആ സ്രോതസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ തുടക്കം, ആ ഒഴുക്കിൻ്റെ ശക്തി, അല്ല വേഗം കൊണ്ട് വാലുക മണൽത്തരികൾ, യഥാപ്രയാന്തി സംയാന്തി ഏതുവിധം പിരിയുകയും ചേരുകയും ചെയ്യുന്നു. അതായത് എവിടുന്നെങ്കിലും വരുന്ന മണൽത്തരികൾ, ഒഴുക്കിനകത്തുപെട്ട മണൽത്തരികൾ എങ്ങനെയാണ് അകന്നകന്ന് പോകുന്നത്, അതുപോലെ അത് അകന്നു പോകണമെന്നില്ല, ഒന്നിച്ചു കൂടുകയും ചെയ്യാം അല്ലേ. വളരെ നല്ല ഉദാഹരണമാണ്. യഥാപ്രയാന്തി സംയാന്തി സ്രോതോ വേഗേന വാലുക, വാലുക മണൽത്തരി എന്നാണ്. മണൽത്തരികൾ സ്രോതോ, ആ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് എങ്ങനെയാണ്, യഥാപ്രയാന്തി സംയാന്തി ഏതുവിധം പിരിയുകയും ചേരുകയും, സംയാന്തി ചേരുക, പ്രയാന്തി പിരിയുക, ഏതുവിധം പിരിയുകയും സംയാതി യോജിക്കുകയും ചെയ്യുന്നുവോ, തഥാകാലേന അപ്രകാരം കാലം കൊണ്ട്, ഒഴുക്കുകൊണ്ടാണ് മറ്റേ മണൽത്തരികൾ യോജിക്കുകയും പിരിയുകയും ചെയ്യുന്നത്, ഇത് കാലം കൊണ്ട് ദേഹിനഹ ദേഹികൾ
സംയുജ്യന്തേ ചേരുന്നു, ദേഹികൾ ചേരുകയും വിയുജ്യന്തേ പിരിയുകയും ചെയ്യുന്നു. ആ വെള്ളത്തിൻ്റെ നദിയിലെ പ്രവാഹശക്തിയാൽ മണൽത്തരികൾ വേർപിരിയുന്നത് പോലെയും ഒന്നായി ചേരുന്നത് പോലെയും ദേഹികൾ കാലത്തിൻ്റെ ശക്തി കൊണ്ട് യോജിക്കുകയും പിരിയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം അർത്ഥം മനസ്സിലായില്ലേ? അവർ അംഗരസൻ പിന്നെ നാരദർ കൂടി പറയുന്നതായിട്ടാണ് പറയുന്നത്. യഥാധാന സുവൈധാന ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി ചോദീതാനി സമായയാം. ധാനാസു യഥാ ധാനാസു വൈധാന. ധാനാസു എന്ന് വെച്ചാൽ ധാന്യങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ വിത്തുകളിൽ നിന്ന് ധാന്യങ്ങൾ ധാന്യാസു ബീജങ്ങളിൽ നെല്ല് ഗോതമ്പ് മുതലായ ധാന്യങ്ങളിൽ നിന്ന് ആവക ധാന്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? അതാണ് യഥാ ധാനാസു വൈധാന. ഓരോ വിത്തുകളിൽ നിന്ന് അത് പിന്നീടും വീണ്ടും ഉണ്ടാകുകയും ഭവന്തി ന ഭവന്തി ച ഏത് വിധം ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നു. കുറച്ചുനാൾ കഴിയുമ്പോൾ ഇല്ലാതാകുന്നു. അതുപോലെ ഇപ്രകാരം ഈ ഈശ്വരൻ്റെ ആ മായാശക്തി കൊണ്ട് പ്രേരിപ്പിക്കപ്പെടുന്ന ഭൂതങ്ങൾ, ഓരോ ഭൂതങ്ങളാണല്ലോ നമ്മുടെ ശരീരത്തെയൊക്കെ ഉണ്ടാക്കുന്നത്, അറിയാമല്ലോ. അത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അത് ഭൂതങ്ങളിൽ ഇങ്ങനെ ഈ നെല്ല് ഗോതമ്പതായ ധാന്യങ്ങളിൽ നിന്ന് ആവക ധാന്യങ്ങൾ ഉണ്ടാകുന്നു. ഉണ്ടായവ ഇല്ലാതാകുകയും ചെയ്യുന്നു, കൊഴിഞ്ഞു പോകുന്നു. അവയ്ക്ക് തമ്മിൽ ജന്യജനക ഭാവമുണ്ടെങ്കിലും ഉണ്ടായാൽ സന്തോഷമോ നശിച്ചാൽ സന്താപമോ കാണുന്നില്ല എന്നാ പറയുന്നത്. ധാന്യങ്ങളെ ഉദാഹരിച്ചേ നമ്മൾ ചോദിക്കുക എന്നാ വെട്ടിത്തരമാണെന്നല്ലേ? സത്യത്തിൽ ഉദാഹരണങ്ങളില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ബോധിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഉദാഹരണങ്ങൾ പറയുന്നത്. പക്ഷേ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് വളരെ ബാലിശമായിട്ട് തോന്നും. വിത്തുകളിൽ നിന്ന് വിത്തുകൾ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് മാറി നിൽക്കുന്ന അതിൻ്റെ പൂർവ്വരൂപമായ ആദ്യത്തെ വിത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നശിച്ചു പോവുകയും ചിലതൊക്കെ കിളുത്ത് വരികയും ചെയ്യുന്നു. അപ്പം തന്നെ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ട വിത്തുകൾ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട് കുറേയൊക്കെ. ആ നശിക്കുന്നതുകൊണ്ട് ഈ വിത്തിന് ആദ്യം ഉണ്ടായിരിക്കുന്ന കണ്ടുകൊണ്ട് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ വല്ല വൃക്ഷമോ ചെടിയോ നെല്ലോ ഏതായിക്കോട്ടെ, പിന്നെ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചെറിയ മരങ്ങൾ വൃക്ഷങ്ങളുടേതല്ല പറയുന്നത്. അപ്പോൾ അതിനൊന്നും പ്രത്യേകതയൊന്നും ഉണ്ടാകുന്നില്ലാത്തതുപോലെ എന്ന സന്താപമോ കാണപ്പെടുന്നില്ല. അതുപോലെയാണെന്ന് ഇതുവെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഈശ്വരൻ്റെ മായ കൊണ്ട് ഭൂതങ്ങളിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നു, ഉണ്ടായവരില്ലാതെയും വരുന്നു. ആ ഭൂതങ്ങളിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നു, പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടമായ ഈ ശരീരം ഉണ്ടാകുന്നു, അത് ഇല്ലാതാകുകയും ചെയ്യുന്നു. അത് നിമിത്തം ദുഃഖിക്കുന്നത് യുക്തമല്ല എന്നാണ് പറഞ്ഞു വന്നത്. അത്രയേ ഉള്ളൂ. വയം ചത്വം ചേമേ തുല്യകാലാശ്ചരാചര കാലാഹ ചരാചര ഒന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ അങ്ങനെ വായിക്കാം. വയം ചത്വം ചേമേ അവിടം വരെ നിർത്തണം. പിന്നെ മറ്റേത് തുല്യകാലാശ്ചരാചരാഹ അതൊന്നിച്ച് വായിക്കണം. 8 അക്ഷരമുണ്ടത്. ജന്മമൃത്യോർ യഥാ പശ്ചാത്ത് അവിടെ നിർത്തണം. പ്രാങ്നൈവം അധുനാപി ഭോ ആ പി അവിടെയുള്ള പ്രാങ്നൈവം അധുനാപി ഭോ. വയം ച ഞങ്ങളും, ത്വം ച അങ്ങും, ത്വം അങ്ങ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നയാൾ, വയം ച ഞങ്ങളും അങ്ങും തുല്യകാല സമാന കാലത്തോടു കൂടിയ ഇമേ ചരാചരാ ഏച ഈ ചരാചരങ്ങൾ യാതൊന്നുകളോ ജന്മമൃത്യോ പ്രാക് പശ്ചാത്ത് യഥാ ജന്മമരണങ്ങളുടെ മുമ്പും പിമ്പും ഏത് വിധമോ, ഇതിൻ്റെ ഇടയ്ക്കും അതിനു മുമ്പും പിൻപും ന ഏവം ഇപ്രകാരമല്ലാതിരുന്നത് ഭോ ഹേ പ്രഭോ അധുനാപി ഇപ്പോഴും അങ്ങനെയാണെന്ന്. ഏത് വിധം ആലോചിച്ചാണ് സമാധാനിക്കേണ്ടതെന്ന് ശങ്കിക്കേണ്ട. ഏത് വിധം നിങ്ങൾക്ക് പ്രയാസം മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാൻ കേൾക്കുക. ഇപ്പോൾ ഞങ്ങളുണ്ട്, അങ്ങുണ്ട്, ഇല്ലേ? അവർ പറയുന്ന ഇപ്പോൾ ഞങ്ങളുണ്ട്, അങ്ങുമുണ്ട്.
ചരാചരങ്ങളെയാകുന്നു ജന്മമൃത്യോ പാക് പശ്ചാത്ത്. കണ്ടു, ജനന മരണങ്ങളുടെ മുമ്പും പിമ്പും ഏത് വിധമാണോ നമ്മളിരുന്നത്, ഇപ്രകാരം അല്ലാതിരുന്നത് എങ്ങനെയാണ്, ഇപ്പോഴും എങ്ങനെയാണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, നേരത്തെ ഞങ്ങളുണ്ട്, അങ്ങുമുണ്ട്, പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മളുടെ ഈ കാലത്തിൽ അനേകം ചരാചരങ്ങൾ നമ്മളോടുകൂടിയുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, ഞാനുമുണ്ട്, അതിൻ്റെ കൂടെ വൃക്ഷങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പിന്നെ മരങ്ങളുണ്ട്, ചെടികളുണ്ട്. ഇവരെല്ലാവരും ജനനത്തിന് മുൻപിൽ ഈ വിധം ചേർന്നിരുന്നവരല്ലല്ലോ. ഇതിനു മുമ്പ് ഇവരെല്ലാവരും കൂടി അല്ലല്ലോ ഇരുന്നത്. നമ്മൾ പറയാറുണ്ട് നാട്ടുഭാഷയിൽ, എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന അത് ഒരിക്കലും നടക്കുകയില്ല, എല്ലാവരും കൂടി ഒന്നിച്ച് മരിക്കുകയും ഉണ്ടാവുകയില്ലെന്ന് എന്ന് പറയുന്ന പോലെ എല്ലാവരും കൂടി നമ്മൾ ഇത്രയും പേര് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഈ വിധം ചേർന്നിരുന്നവരല്ല. നേരത്തെ ജന്മത്തിൽ ഇതുപോലെ തന്നെ ഇരുന്നവരാണോ? നമുക്കിപ്പോൾ ദുഃഖമൊന്നുമില്ലല്ലോ. നേരത്തെ നമ്മളുണ്ടായിരുന്നൊരു കാലമല്ല ഇപ്പോഴത്തെ കാലം. അപ്പോൾ ഇപ്പോഴത്തേതാണ് നമ്മൾ ചിന്തിക്കുന്നത്. മരണാനന്തരവും ഇനി ഇതുപോലെ തന്നെ യോജിച്ചവരായിരിക്കില്ല. ഇതുപോലെ തന്നെ നമ്മൾ മരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലശേഷം എന്ന് പറയാം, കാലശേഷവും ഇതുപോലെ ആയിരിക്കില്ല, ഇപ്പോഴും അതുപോലെ തന്നെ എന്നോർത്ത് സമാധാനിക്കാനുള്ള വാക്കുകളാണ് ഇതൊക്കെ കേട്ടോ. അതൊന്നും നമുക്ക് സമാധാനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിയാൽ പറ്റുമായിരിക്കാം. അതൊരു എല്ലാ ദുഃഖങ്ങളും ഒരു സമയപരിധിക്കുള്ളിലുള്ളതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് അങ്കിരസും നാരദരും ഒന്നും പറഞ്ഞതല്ല. എല്ലാ ദുഃഖങ്ങളുണ്ടാകും. അവരിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന പാഠം ഇത് അതുപോലെ അച്ച് പോലെ നമ്മളിങ്ങോട്ട് പതിപ്പിച്ചിട്ട് കാര്യമില്ല. അല്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കുക. അപ്പോൾ എല്ലാ കാലവും ഈ ദുഃഖം നമ്മളെ പിന്തുടരുന്നുണ്ടോ ഒരു ചോദ്യമാണ്. നമുക്കുണ്ടാകുന്നൊരു ദുഃഖം ഉണ്ടാകുന്ന അവസരത്തിൽ, അത് പ്രത്യേകിച്ച് വിയോഗം, ഒരാളിനോടുള്ള വിയോഗം കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖം നമുക്കത് ഉണ്ടാകും. അപ്പോൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവരുടെ ഈ തത്വവാക്യങ്ങൾ അതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ ദുഃഖം ഉണ്ടാകുന്നത്, ആ ദുഃഖം നമ്മളെന്നും ഒരേപോലെ അന്ന് ആ വേർപാടുണ്ടായപ്പോഴുണ്ടായ അന്നത്തെ ആ ദുഃഖം നമ്മളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ? ഇപ്പോഴും നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇപ്പോഴും നമുക്കത് തുടരാൻ അതുപോലെ ആ തീവ്രതയോടുകൂടി ആ ദുഃഖം നമുക്കുണ്ടോ? ഇല്ല എന്നായിരിക്കും ശരിയായി മനസ്സുകൊണ്ട് പറയുന്ന ഉത്തരം ഇല്ല എന്നാണ് അല്ലേ. നമുക്കല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ആ വേർപാടിൻ്റെ വളരെയധികം ദുഃഖമുണ്ടായ ഒരു മരണം, നമ്മളെ സംബന്ധിച്ച് ഒരു വിയോഗം ഉണ്ടായ ആ ദിവസത്തെ അത്രയും തീവ്രമായ ദുഃഖം ഇപ്പോൾ നമ്മൾ ഈ അറ്റ് പ്രസൻറ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടോ? ഓരോരുത്തർക്കും നമ്മൾ വേണ്ടപ്പെട്ടവരെല്ലാം നമ്മൾക്ക് സ്വന്തം നമ്മൾ എന്നും ആരാധിച്ചിരുന്ന നമ്മുടെ അച്ഛനമ്മമാർ അങ്ങനെ അതുപോലെ തീവ്രമായ ദുഃഖങ്ങൾ അധികം ഉണ്ടായവരുണ്ട്. അടുത്ത കാലത്തുണ്ടായവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായ അന്ന് നമുക്ക് തീവ്രമായ ദുഃഖമുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. ആ ദുഃഖം ഇപ്പോഴുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഉദാഹരണങ്ങളും വേണ്ട. അതാണ് കാലം കൊണ്ട് അതില്ലാതാകുന്നു. ഏത് ദുഃഖവും ഏത് വിഷമസന്ധികളും കാലം മറപ്പിക്കും എന്ന് പറയും. നമ്മൾ പറയും കാലത്തിനൊരു കഴിവുണ്ടങ്ങനെ. നമ്മളിന്ന് പിറ്റേ ദിവസം ഉണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് കുറച്ചുകൂടെ അങ്ങനെ നമ്മൾ ആ ദുഃഖത്തിൽ നിന്ന് ആ തീവ്രമായ ദുഃഖം നമ്മളൊരിക്കലും മനസ്സിൽ വിചാരിച്ചിരുന്നു ഈ ദുഃഖം നമ്മളെ ഒരിക്കലും നമ്മളെ വിട്ടു പോവുകയില്ല എന്ന് വിചാരിച്ച് അത് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എപ്പോഴും നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ സ്വകാര്യ സന്തോഷങ്ങളും ഇല്ലേ, അത് രണ്ടും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും ആ ദുഃഖം. ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ആ ദുഃഖം അണപൊട്ടി ഒഴുകും. നമുക്ക് ആ ദുഃഖം അതേ തീവ്രതയോടെ ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ ആ മുറി ഒന്ന് തുറക്കണം. നമ്മുടെ ദുഃഖങ്ങളുടെ വെച്ചിരിക്കുന്ന മുറി ഇല്ലേ, അതിനകത്ത് നമുക്ക് ദുഃഖങ്ങളുണ്ട്. അല്ലാതെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ബാധിക്കുന്നതായിട്ട് അതില്ല. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. ആ ഉണ്ടായ ദുഃഖം ഉണ്ടായ അന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. അന്ന് നമ്മൾ കാലത്തിനെ മറന്നു, ദിവസത്തിനെ മറന്നു, എല്ലാം മറന്നു. നമ്മുടെ ജീവിതമേ അന്നത്തെ ഒരു കുറേ ദിവസങ്ങളത്തേക്ക് നമ്മൾ ഒരു കാര്യവും നമ്മുടെ ശരിയല്ല. നമ്മുടെ റൊട്ടീനുകൾ ഒന്നും ശരിയായിട്ടില്ല. ദിനചര്യങ്ങളെല്ലാം മുടക്കി എല്ലാ കാര്യങ്ങളും നമുക്കിനി നേടാൻ ഇനി നമ്മൾ ഒരിക്കലും തിരിച്ചു വരില്ല
എന്നുള്ളൊരു രീതിയിലായിരുന്നു അന്നത്തെ ദുഃഖം. ഇപ്പം അതല്ല. അതാണ് വ്യത്യാസം. അത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഭൂതൈർഭൂതാനി ഭൂതേശ സൃജ്യത്യവധി ഹന്ത്യജഹ ആത്മസൃഷ്ടൈർ അസ്വതന്ത്രൈർ അനപേക്ഷോപി ബാലവത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പിരിക്കൽ രണ്ടാമത്തെ ലൈനിലുണ്ട്. അതായത് മൂന്നാമത്തെ പാദത്തിൽ ഭൂതൈർഭൂതാനി ഭൂതേശ സൃജത്യവധി ഹന്ത്യജഹ ആത്മസൃഷ്ടൈർ എന്നെഴുതിയിട്ട് പിന്നെ അസ്വതന്ത്രൈർ എന്നാക്കുക. അസ്വതന്ത്രൈർ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ വെട്ടിയിട്ട് അനപേക്ഷോപി ബാലവത്. അനപേക്ഷ എന്നെഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ തിരുത്തണ്ട. അല്ലാത്ത പുസ്തകങ്ങളിൽ ആത്മസൃഷ്ടൈർ അസ്വതന്ത്രൈർ എന്ന് എഴുതിയിട്ട് പിന്നെ അനപേക്ഷ എന്നാക്കണം. അനപേക്ഷോപി ബാലവത് 8 അക്ഷരമായിട്ട് പിരിക്കണം. അജ ഭൂതേശ. അജഹ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവൻ, ജനിച്ചവനല്ലാത്തവൻ, ജന്മരഹിതനായ ആ ഭൂതേശൻ അതായത് ഈശ്വരൻ അപേക്ഷ ഇല്ലാത്തവനാണെങ്കിലും ബാലവത് ബാലനെ പോലെ ആത്മസൃഷ്ടൈഹി തന്നാൽ സൃഷ്ടിക്കപ്പെട്ട സ്വതന്ത്രങ്ങളല്ലാത്ത ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു. സ്വതന്ത്രങ്ങളല്ലാത്തതായിട്ടുള്ള ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു. അവധി രക്ഷിക്കുന്നു, ഹന്തി ഹനിക്കുന്നു. ഇതെല്ലാം നടക്കുക. അതായത് ഭൂതാദികളെ സൃഷ്ടിച്ച, നമ്മൾ പറയും പഞ്ചഭൂതങ്ങൾ, ആ ഭൂതങ്ങളെ സൃഷ്ടിച്ചതാരാ? അതിൻ്റെ ഈശ്വരനാണ്, ഭഗവാനാണ് ഈ ഭൂതങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. ആ പഞ്ചഭൂത കാര്യത്തിൻ്റെ ഭൂതന്മാരായ അതിൻ്റെ പാത്രങ്ങളായ പിത്രാദിഭൂതങ്ങളെ കൊണ്ട് പുത്രാദിഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു. ഉണ്ടോ? പിതാക്കന്മാരാരാണ്? ഈ ഭൂതങ്ങൾ തന്നെയാണ്. ഈ പുത്രന്മാരാരാണ്? ഈ ഭൂതങ്ങൾ തന്നെയാണ്. പഞ്ചഭൂത കാര്യഭൂതന്മാരായ പിത്രാദികളെ കൊണ്ട് പുത്രാദികളെ സൃഷ്ടിക്കുന്നു. അവരെ കൊണ്ട് തന്നെ അന്യോന്യം തമ്മിൽ രക്ഷാകാര്യത്തെയും സംഹാര്യത്തെയും നടത്തുന്നു. അതായത് ജീവൻ കൊടുക്കുന്നത് പിതാവാണ്. പുത്രന് ജീവനുണ്ട്. അതായത് പുത്രൻ ഉണ്ടാക്കപ്പെട്ടു. പിതാവല്ലേ അതിൻ്റെ കാരണം. ഭൂതങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് രക്ഷാകാര്യത്തെയും സംഹാര്യകാര്യത്തെയും നടത്തുന്നു. ഈശ്വരൻ അധീനങ്ങളാകുന്നു. ഇതെല്ലാം ഈ ഭൂതങ്ങൾ ഒക്കെ ഈശ്വരന് അധീനങ്ങളാണ്. ഇങ്ങനെ സൃഷ്ടിയാദി വ്യാപാരങ്ങൾ കൊണ്ട് ഈശ്വരന് സാധിക്കേണ്ടതായിട്ടൊന്നുമില്ലെങ്കിലും ബാലനെ പോലെ ഈശ്വരൻ ക്രീഡിക്കുന്നു. ഭഗവാൻ ഒരു ബാലനെ പോലെ ഈ കളിക്കുന്നു. അതാണ് ഭഗവാന്റെ കളിയാണിതെല്ലാം. ഉണ്ടാക്കിയതും ഭഗവാനാണ്. ഈ ഭഗവാൻ സൃഷ്ടിച്ച, അതായത് ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ട പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എല്ലാ സൃഷ്ടികളും നടക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നു? പിതാവിനെ കൊണ്ട് പുത്രനെ സൃഷ്ടിപ്പിക്കപ്പെടുന്നു. അപ്പം പിതാവ് ഒരു ഭൂതമാണ്, പുത്രനും ഒരു ഭൂതമാണ്. ഭഗവാൻ ഇതിനകത്ത് ഈ ഭൂതങ്ങളുടെ എല്ലാം നിയന്ത്രണം, സ്വാതന്ത്ര്യം ഇല്ല ഈ ഭൂതങ്ങൾക്ക്. അതെല്ലാം ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഒരു ചരടാണ്. അതിനകത്ത് സൃഷ്ടിയാദി വ്യാപാരങ്ങൾ കൊണ്ട് ഈശ്വരന് പ്രത്യേകം സാധിക്കേണ്ടതായിട്ടൊന്നുമില്ല. എങ്കിലും ബാലനെ പോലെ കളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഭൂതങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നു, പിന്നെ കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ദേഹേന ദേഹിനോ രാജൻ ദേഹോഭിജായതേ ബീജാദേവ യഥാ ബീജം ദേഹ്യർത്ഥ ഇവ ശാശ്വതഃ. അവിടെ ദേഹേന ദേഹിനോ രാജൻ, അവിടെ പ്രത്യേകം ഒന്നും തിരുത്തണ്ട. ദേഹാത് ദേഹോഭിജായതേ എന്നാക്കണം. ദേഹാത് ദേഹോഭിജായതേ ബീജാത് ഏവ യഥാ ബീജം ദേഹ്യാർത്ഥ ഇവ ശാശ്വതഃ. അതായത് ദേഹിയുടെ ദേഹം കൊണ്ട് ദേഹത്തിൽ നിന്ന് ദേഹം ജനിക്കുന്നു. ബീജാത് ഏവ ബീജത്തിൽ നിന്നും ബീജം യഥാ ബീജം എന്ന പോലെ ദേഹിയോ പദാർത്ഥം പോലെ എപ്പോഴും ഇരിക്കുന്നു. ദേഹിയാണെങ്കിലോ ഒരു പദാർത്ഥം പോലെ എപ്പോഴും ഇരിക്കുന്നു. ജനന മരണാദികൾ ശരീരത്തിന് മാത്രമാണെന്നാണ് പറഞ്ഞു വന്നത്, ജീവനല്ല. ജീവൻ എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു. അതാണല്ലോ ഭഗവാനായിട്ട് കത്തിരിക്കുന്നത്.
ജീവൻ എപ്പോഴുമുണ്ട്, ജീവൻ എപ്പോഴും ഇരിപ്പുണ്ട്. ഈ ജീവൻ പ്രവേശിച്ചിരിക്കുന്ന ശരീരമാണ് ഇല്ലാതാകുന്നത്. പിതൃശരീരത്തോട് യോജിച്ചതായ മാതൃശരീരത്തിൽ നിന്നാണ് ഈ പുത്രന്മാരുണ്ടാകുന്നത്. അല്ലേ? വിത്തിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന വൃക്ഷത്തിൽ പിന്നെയും വിത്തുണ്ടാകുന്നു. ആ വിത്തിൽ നിന്ന് പിന്നെയും വിത്ത് വേറെ വേറെ വൃക്ഷങ്ങളുണ്ടാകുന്നു. ആ വൃക്ഷത്തിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകുന്നു. എന്ന പോലെ വിത്തിനാസ്പദമായ ഭൂമി ഏത് കാലത്തും ഉള്ളതുപോലെ, അല്ലേ? ഈ വിത്ത് എവിടെ ഇട്ടാലാണത് വളരുന്നത്? ഭൂമിയിലിട്ടാലാണ്. ആ ഭൂമി എന്നും ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ദേഹത്തിൽ അന്തർഗതനായിട്ടിരിക്കുന്ന ആ ദേഹി, അതായത് ഈശ്വരൻ ശാശ്വതനാകുന്നു. അതിനകത്തിരിക്കുന്ന ജീവൻ, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ജീവൻ ശാശ്വതനാകുന്ന, ഒരു കാലത്തും നശിക്കുന്നില്ല. ദേഹവിഭാഗോയം അവിടെ നിർത്തണം. അവിവേകകൃത പുര ജാതി വ്യക്തി വിഭാഗോയം യഥാ വസ്തുനി കൽപ്പിത. ഈ അധ്യായം മുഴുവൻ ഇങ്ങനത്തെ വേദാന്തങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ പറയുകയാണ്. ദേഹി വിഭാഗോയം എന്നാക്കണം. പ്രശ്ലേഷം കഴിഞ്ഞ് വരുന്ന അഗോ അമി അയം എന്നാണ്. ദേഹി വിഭാഗോയം അവിടെ നിർത്തുക. പിന്നെ മാ വെട്ടിയിട്ട് അവിവേകകൃത പുര ജാതി വ്യക്തി വിഭാഗോയം യഥാ വസ്തുനി കൽപ്പിത. ഈ ദേഹി വിഭാഗം എന്ന വേർതിരിവ്, ദേഹം ഒന്നെന്നും ശരീരം ഒന്നെന്നും അതിനകത്തുള്ളിലുള്ള ദേഹി, അതായത് ജീവൻ വേറൊന്നുള്ള വേർതിരിക്കൽ പണ്ടേ ഉള്ളതാണ്. അവിവേകകൃത അറിവില്ലായ്മയാൽ നിശ്ചയിക്കപ്പെട്ടു. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അതിനെ ഇങ്ങനെ വേറെ വേറെ കാണുന്നു. ദേഹിയെയും ദേഹത്തെയും. ദേഹി എപ്പോഴും ഇവിടെ ഉണ്ട്, ദേഹം മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ വസ്തുനി പദാർത്ഥത്തിൽ കൽപ്പിക്കപ്പെട്ട അയം ഈ ജാതി ജാതി വ്യക്തികളുടെ വേർതിരിവിനെ പോലെ, അതായത് ദേഹി എന്നും അവിടെ ഉണ്ട്, ദേഹമേ പോയിട്ടുള്ളൂ. ശ്രീ ശുഗവാച ഇത്രയൊക്കെ പറഞ്ഞ അങ്കിരസ്. ഏവം ആശ്വസിതോ രാജ ചിത്രകേതുർ ദ്വിജോക്തിഭിഹി പ്രമൃജ്യ പ്രാണിന വക്ത്രം. അവിടെ വക്ത്രം നാക്കുക. പിന്നെ ആധിമ്ലാനം അഭാഷത, ആധിമ്ലാനം എന്ന് വേറെ എഴുതണമേ. പ്രമൃജ്യ പാണിന വക്ത്രം നാക്കുക. പിന്നെ മാ വെട്ടിയിട്ട് ആധിമ്ലാനം അഭാഷത. ഇങ്ങനെ ദ്വിജോക്തി, അതായത് ബ്രാഹ്മണ വാക്കുകളാൽ ഇപ്രകാരം ആശ്വസിപ്പിക്കപ്പെട്ട രാജാവ് ചിത്രകേതു അധിമ്ലാനം വളരെ അധികം ദുഃഖത്താൽ വാടിയിരിക്കുന്ന വക്ത്രത്തെ പാണി കൊണ്ട് പ്രമൃജ്യ തുടച്ചിട്ട് അഭാഷത എന്ന് പറഞ്ഞാൽ പ്രഭാഷണം നടത്തി എന്നൊക്കെ പറയാം. അതാണ് ഭാഷത എന്ന് ചുമ്മാ അങ്ങനെ കൂട്ടിയെന്നേ ഉള്ളൂ. മുനിമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിച്ചപ്പോൾ ചിത്രകേതു ദുഃഖത്താൽ വാടിയിരിക്കുന്ന മുഖം കൈകൊണ്ട് തുടച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. രാജോവാച ഇവിടെ ചിത്രകേതു എന്നുള്ള രാജാവാണേ. കൗ യുവാം ജ്ഞാനസമ്പന്നൗ മഹിഷ്ടൗ ച മഹീയസാം അവധൂതേന വേഷേണ ഗൂഢാവിഹ സമാഗതൗ ക്വ യുവാം ജ്ഞാനസമ്പന്നൗ മഹിഷ്ടൗ ച മഹീയസാം അവധൂതേന വേഷേണ ഗൂഢാവിഹ സമാഗതൗ. ഈ അവധൂത വേഷത്താൽ ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വരൂപത്തോടു കൂടിയ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും ആരാകുന്നു? ഈ മഹാന്മാരിൽ വെച്ച് വളരെ മഹാന്മാരാണ്, നല്ല ജ്ഞാനമുള്ളവരാണെന്നും എനിക്ക് മനസ്സിലാകുന്നു. ചരന്തി ഹ്യവനോ കാമം ബ്രാഹ്മണ ഭഗവത് പ്രിയാഹ മാതൃശാം ഗ്രാമ്യബുദ്ധീനാം ബോധായോന്മത്തലിംഗിനഃ ഒന്നിച്ച് ബോധായോന്മത്തലിംഗിനഃ. അവിടെ ഒന്നും തിരുത്താനൊന്നുമില്ല, പിരിക്കാനും ഒന്നുമില്ല. ഉന്മത്തലിംഗിനഃ ഉന്മത്തന്മാരുടെ അടയാളത്തോടു കൂടിയവരും ഭഗവാന്റെ പ്രിയനോട് കൂടിയവരുമായ ഈ ബ്രാഹ്മണർ ഗ്രാമ്യബുദ്ധീന കുൽസിത വിഷയത്തിൽ മനസ്സ് ഉറപ്പിച്ചവരുമായ എന്നെപ്പോലെയുള്ളവരുടെ ബോധത്തിനായിക്കൊണ്ട് ഭൂമിയിൽ
കാമം ഇഷ്ടപ്രകാരം, കാമം സന്തോഷം, ആഗ്രഹപ്രകാരം ചരന്തി ചരിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ കണ്ടറിയാൻ കഴിയാത്ത വിധത്തിൽ ഉന്മത്തരെന്ന ഭഗവത് ഭക്തന്മാരായ ബ്രാഹ്മണരാണ് വിഷയത്തിൽ സുഖബുദ്ധിയുക്തന്മാരായ എന്നെപ്പോലെ സുഖത്തിന് വേണ്ടി, സുഖബുദ്ധിക്ക് വേണ്ടി യുക്തന്മാരായി തീർന്നിരിക്കുന്ന എന്നെപ്പോലെ, സാധാരണ ഗ്രാമ്യമായ ഭാഷയിൽ അദ്ദേഹം പറയുക, ലൗകികന്മാരായ എന്നെപ്പോലെയുള്ളവർക്ക് അറിവുണ്ടാക്കാനായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഭൂമിയിൽ സഞ്ചരിക്കാറുണ്ടല്ലോ. കുമാരോ നാരദ ഋഭുരങ്കിരാദേവലോ. അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല, അങ്കിരസ് മഹർഷിയാണ് വന്ന് ഈ അനുഗ്രഹമൊക്കെ കൊടുത്ത് കുട്ടിയെ കൊടുത്തത്. നാരദരെയും ഓർക്കുന്നില്ല. ഇത്രയും മുതൽ ദുഃഖം കൊണ്ട് അന്ധനായിപ്പോയി ഈ രാജാവെന്നാണ് പറഞ്ഞു വരുന്നത്. ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഇതാണ് ചോദിക്കുന്നത്. ഇനി കുറേ 3-4 ശ്ലോകങ്ങളിലത് ഒന്നിച്ച് വായിക്കാം. കുമാരോ നാരദ ഋഭുർ എന്നെഴുതുക. എന്നിട്ട് പിന്നെ അങ്കിരാദേവലോസിത അവാന്തരതമോ വ്യാസോ മാർക്കണ്ഡേയോധ ഗൗതമഃ വസിഷ്ഠോ ഭഗവാൻ രാമഃ കപിലോ ബാദരായണിഃ ദുർവാസായാജ്ഞവൽക്യശ്ച ജാതൂകർണ്യസ്തഥാരുണിഃ. ജാതു എന്നുള്ളിടത്ത് നീട്ടുണ്ട്. ജാതൂകർണസ്യ എന്നൊന്ന് പുസ്തകത്തിൽ നിങ്ങളത് തൂന്ന് എഴുതി വെച്ചോ, അല്ല ജാതൂകർണ്യ എന്ന് വായിക്കും. ജാതൂകർണ്യസ്തഥാരുണി അരുണി. രോമശ്ചവനോ ദത്ത ആസുരി സ പതഞ്ജലി. സ കഴിഞ്ഞ് കോമ ഇടുക. പതഞ്ജലി മുനി. അത് സ കഴിഞ്ഞ് ചെറിയ കോമ ഇട്ടാൽ മതി. രോമശ ച്യവനോ ദത്ത ആസുരി സ പതഞ്ജലി ഋഷിർ വേദശിരോബോധ്യോ മുനി പഞ്ചശിഖസ്തഥ. ഋഷിർ വേദശിരോബോധ്യോ അവിടെ നിർത്തണം. മുനി പഞ്ചശിഖസ്തഥ. ഹിരണ്യനാഭ കൗസല്യ ശ്രുതദേവ ഋതധ്വജഃ ഏതേ പരേ ച സിദ്ധേശാഃ അവിടെ നിർത്തണം. പിന്നെ ചരന്തി ജ്ഞാനഹേതവഃ. ഏറ്റവും അവസാനത്തെ ആ ശ്ലോകത്തിൽ ഇപ്പോൾ വായിച്ചതിൽ ഏതേ പരേ ച സിദ്ധേശാഃ അവിടെ ഒരു വിസർഗത്തോടു കൂടി അവിടെ നിർത്തുക, അല്ലെങ്കിൽ ഒന്നിച്ച് വായിക്കുമ്പോൾ തെറ്റും നിങ്ങൾക്ക്. ഏതേ പരേ ച സിദ്ധേശാശ്ചരന്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. സിദ്ധേശാഹ പിന്നെ ഇഷ്ട വേണ്ട, ചാ മതി. അപ്പോൾ എളുപ്പമല്ലേ വായിക്കാൻ. ഏതേ പരേ ച സിദ്ധേശാ ചരന്തി ജ്ഞാനഹേതവഃ. അപ്പം ഇങ്ങനെ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഒരു കുമാരോ നാരദ ഋഭുരങ്കിരാ ദേവലോസിത തൊട്ട് ബാക്കിയുള്ള ആ 4 ശ്ലോകങ്ങൾ ഒന്നിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആരാണെന്ന് നിങ്ങളെന്നാണ് ചോദിക്കുന്നത്. ചിത്രകേതുവിന് ഈ കുട്ടിയെ കൊടുത്തത് അങ്കിരസും നാരദരും കൂടി വന്നാണ്. അവർ തന്നെ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ അവരാരാണെന്ന് പോലും ഈ ദുഃഖം കൊണ്ട് അദ്ദേഹം മറന്നുപോയി. അങ്ങനെ സഞ്ചരിക്കുന്ന മഹാന്മാരിൽ നിങ്ങൾ ആരാണ്? സനത്കുമാരനാണോ നാരദനാണോ? ആദ്യം ചോദിക്കുന്നുണ്ട്. വസിഷ്ഠോ അല്ല കുമാരോ എന്ന് എവിടെ കണ്ടാലും ഓർത്തോണം. സനത്കുമാരന്മാരെയാണ്, 4 കുഞ്ഞു കുട്ടികൾ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. സഞ്ചരിക്കുന്ന മഹാന്മാരിൽ നിങ്ങൾ നാരദരാണോ, ഋഭുവാണോ, അങ്കിരസാണോ, ദേവലനാണോ, അസിതനാണോ, വ്യാസനാണോ, മാർക്കണ്ഡേയനാണോ, ഗൗതമനാണോ, ഭഗവാനായ വസിഷ്ഠനാണോ, പരശുരാമനാണോ? ഓരോന്നും നിങ്ങൾ നോക്കിക്കൂ. കപിലനാണോ, ശുഗനാണോ, ദുർവാസസാണോ, യാജ്ഞവൽക്യനാണോ, ജാതുകർണിയുടെ പുത്രനായ ആരുണിയാണോ? അതാണ് അവിടെ നമ്മൾ പറഞ്ഞത്. ആരുണി. ജാതൂകർണ്യ തഥാ ആരുണി. ജാതൂകർണിയെന്ന് ഇവിടെ എഴുതിയിട്ടുള്ളൂ. മറ്റേ തൂ വേണമെന്ന് വെച്ചാൽ തൂ വേണം. എന്നാന്ന് വെച്ചാൽ ജാതൂകർണ്യ അവിടെ ഒരു അതിൻ്റെ ആ ഗ്രാമർ പ്രകാരം ജാതൂ നന്നിട്ട് വരണം കേട്ടോ. ജാതുകർണി എന്നല്ല, ജാതുകർണി എന്നാണ് പേര്. ജാതുകർണിയുടെ പുത്രനായ ആരുണിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാതൂകർണ്യ എന്ന് വായിക്കുമ്പോൾ ജാതൂന്ന് നീട്ടിക്കോണം. ജാതുകർണിയുടെ പുത്രനായ ആരുണിയാണോ, രോമശനാണോ, ച്യവനനാണോ, ദത്താത്രേയനാണോ, പതഞ്ജലിയാണോ, ആസുരി യോൺ വേദശിരസ് എന്ന പേരായ ഋഷിയാണോ, പഞ്ചശിഖൻ എന്ന മുനിയാണോ, ഹിരണ്യനാഭൻ കൗസല്യനോ, ശ്രുതദേവനോ ഋതധ്വജനോ ആരാണ്? ഇവരും അന്യന്മാരായ സിദ്ധേശ്വരന്മാരും ഈ ലോകത്തിൽ ആത്മജ്ഞാനത്തെ പ്രചരിപ്പിക്കുവാനായിട്ട് നടക്കുന്നുണ്ടെന്നറിയാം, സഞ്ചരിക്കുന്നുണ്ടെന്നറിയാം. അവരിൽ ആരാണ് നിങ്ങൾ 2 പേർ? തസ്മാത് യുവാം ഗ്രാമ്യ പശോർ മമ മൂഢധിയ പ്രഭോ അന്ധേ
തമസി മഗ്നസ്യ ജ്ഞാനദീപ ഉദീര്യതാം തസ്മാത് യുവാം ഗ്രാമ്യ പശോർ അവിടെ നിർത്തണം. പിന്നെ മമ മൂഢധിയ പ്രഭോ നീട്ടുണ്ടേ. പ്രഭോ അന്ധേ തമസി മഗ്നസ്യ ജ്ഞാനദീപ ഉദീര്യതാം. ഈ ഗ്രാമത്തിലെ പശുവിനെ പോലെ സാധാരണ ഒരു മൃഗത്തെ പോലെ മൂഢബുദ്ധി ആയതുകൊണ്ട് വിഷയാസക്തി രൂപമായ വളരെ അന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുന്ന എന്നെ രക്ഷിക്കാൻ നിങ്ങൾ സാമർഥ്യമുള്ളവരാണ്. ആത്മജ്ഞാനരൂപമായ ആ ദീപപ്രഭയെ നിങ്ങൾ എൻ്റെ നേരെ പ്രകാശിപ്പിക്കുവാൻ കരുണ ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്ക് ദുഃഖത്തിൽ നിന്ന് ഈ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടണം. നിങ്ങൾ എന്നിൽ സ്വല്പം കരുണ ചെയ്യൂ, പ്രകാശിപ്പിക്കൂ എന്നെ, എൻ്റെ മനസ്സിനെ. അങ്കിരാ ഉവാച. അങ്കിരസ് ഇപ്രകാരം പറഞ്ഞു. അഹം തേ പുത്രകാമസ്യ പുത്രതോസ്മി അങ്കിരാ നൃപ യേശ ബ്രഹ്മസുത സാക്ഷാത് നാരദോ ഭഗവാൻ ഋഷി. അല്ലയോ രാജാവേ, അങ്കിരസ് പറയും. രാജാവേ, പുത്രനെ ആഗ്രഹിച്ച് അങ്ങയ്ക്ക് പുത്രദാനം ചെയ്ത അങ്കിരസാണ് ഞാൻ. ഇദ്ദേഹം സാക്ഷാൽ ബ്രഹ്മപുത്രനായ ഭഗവാൻ നാരദ മഹർഷിയുമാണ്. പരിചയപ്പെടുത്തി. നേരത്തെ ഇതെല്ലാം ഇവരോട് ചോദിച്ചു വാങ്ങിച്ചതായി കുട്ടിയെ. ഇവരെ കണ്ടിട്ട് പോലും അറിഞ്ഞില്ല. യുദ്ധം ത്വാം പുത്രശോകേന മഗ്നം തമസി ദുസ്തരേ അതദർഹമനുസ്മൃത്യ മഹാപുരുഷഗോചരം അനുഗ്രഹായ ഭവത പ്രാപ്താവാമിഹ പ്രഭോ പ്രാപ്താവാം. അതദർഹം ബ്രഹ്മണ്യോ ഭഗവത് ഭക്തോ നാവസേതിതുമർഹതി. ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന അങ്ങ് പുത്രദുഃഖ നിമിത്തം കരകാണാത്ത ശോകസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നതിനെ ആലോചിച്ച്, ഇല്ലയോ പ്രഭോ, അങ്ങയെ അനുഗ്രഹിക്കാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ബ്രാഹ്മണരിലും ഭഗവാനിലും ഭക്തിയുള്ള ഒരുവൻ ഇങ്ങനെ ക്ലേശിക്കുന്നത് യോഗ്യമല്ല. അങ്ങ് വളരെ ഭക്തനാണ്. അതുപോലെ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളവരെയൊക്കെ പിന്നെ അനുഗ്രഹിക്കുന്നവനാണ്. ബ്രഹ്മജ്ഞാനികളെയൊക്കെ പിന്നെ നമസ്കരിക്കുന്നവനാണ്, അവരെ കരുതുന്നവനാണ്, അവരോടൊക്കെ സ്നേഹമുള്ളവനാണ്, ഭക്തിയുള്ളവനാണ് ആ ബ്രാഹ്മണരോടൊക്കെ. അപ്പോൾ അങ്ങയുടെ ദുഃഖത്തിൽ അങ്ങയുടെ ദുഃഖം തീർക്കാൻ വേണ്ടി വന്നത് തന്നെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ക്ലേശിക്കുന്നത്, ഭഗവാന്റെ ഭക്തിയുള്ളവൻ ഇങ്ങനെ ക്ലേശിക്കുന്നത് യോഗ്യമല്ല. അത് അർഹതി, അവൻ തളരാൻ അർഹനല്ല, തളരാതിരിക്കണം. അത് അനുഗ്രഹായ ഭവത, ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഭവത പ്രാപ്താവാമിഹ പ്രഭോ, അനുഗ്രഹത്തിനായിട്ട് ആവാം, പ്രാപ്തൗ ആവാം ഇഹ പ്രഭോ. പ്രാപ്തൗ ആവാം എന്നാണ്. പ്രാപ്താവാവ എന്ന് പറഞ്ഞാൽ മതി. പ്രാപ്തൗ ആവാം ഇഹ പ്രഭോ എന്നാണ് വാക്ക്. അങ്ങനെ വേണ്ടവരങ്ങനെ എഴുതിക്കോ, പ്രാപ്തൗ ആവാം ഇഹ പ്രഭോ. പിന്നെ 20. തദൈവ തേ പരം ജ്ഞാനം ദദാമി ഗൃഹമാഗതഃ ജ്ഞാത്വാന്യാഭിനിവേശം തേ പുത്രമേവ ദദാവഹം. തദൈവ തേ പരം ജ്ഞാനം ദദാമി ഗൃഹമാഗതഃ ജ്ഞാത്വാന്യാഭിനിവേശം തേ പുത്രമേവ ദദൗ അഹം എന്നാണ് പറഞ്ഞത്. ദദാവഹം എന്ന് വായിച്ചാൽ മതി കേട്ടോ. അങ്ങയുടെ ഗൃഹത്തിൽ ഞാൻ വന്നിരുന്ന ആ സമയത്ത് തന്നെ പരമാർത്ഥ ജ്ഞാനത്തെ ഉപദേശിക്കുമായിരുന്നു. പക്ഷേ അന്ന് അന്യവിഷയത്തെ അത്യന്തം ആഗ്രഹിക്കുന്നതിനെ അറിഞ്ഞുകൊണ്ട്, അതായത് അന്യവിഷയം എന്ന് പറഞ്ഞാൽ എവിടെ തന്നെ പുത്രനെ, അന്ന് അതിനുമായിട്ട് വന്നതാണ്. പക്ഷേ അന്ന് അങ്ങക്ക് വേറെ ഒന്നുമല്ല, പുത്രൻ്റെ ആഗ്രഹത്താൽ ആ ആഗ്രഹം, ആ കാമം കിടക്കുക മനസ്സിൽ. ആ അന്യവിഷയത്തെ വളരെയധികം കാമിക്കുന്നവനായിട്ട് അറിഞ്ഞുകൊണ്ടാണ് അന്ന് പുത്രനെ അങ്ങേക്ക് നൽകിയത്. അന്ന് തന്നെ ഇത് ഉപദേശിക്കാൻ വന്നതാണ്. പക്ഷേ അന്ന് അങ്ങ് അതിന് യോഗ്യനല്ലായിരുന്നു. ഒരു പുത്രൻ ഉണ്ടാകണമെന്നുള്ളൊരു യോഗം അങ്ങേക്ക് ഉണ്ടായിരുന്നു. അത് ആ യോഗത്തിനെ തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അധുനാ പുത്രിണാം താപോ ഭവദൈവാനുഭൂയതേ. അധുനാ പുത്രിണാം താപോ ഭവദൈവാനുഭൂയതേ. ഏവം ധാരാഗൃഹാരായോ വിവിധൈശ്വര്യ സമ്പദഃ ശബ്ദാദയശ്ച വിഷയാഃ. ഇവിടെ നിർത്തണം. ചലാരാജ്യവിഭൂതയഃ മഹീരാജ്യം ബലം കോശോ ഭൃത്യാമാത്യാ സുഹൃത് ജനാഃ. ഭൃത്യ അമാത്യ, ഭൃത്യന്മാരും അമാത്യന്മാരും മന്ത്രിമാർ, സുഹൃത്തുക്കൾ, സാധാരണ ജനങ്ങൾ. അത് ശബ്ദാദയശ്ച വിഷയാഹ അവിടെ നിർത്തണം. അതും അവിടെ അത്രവേ അവിടെ പിരിക്കാനുള്ളൂ. ചല രാജ്യവിഭൂതയ
മഹീരാജ്യം ബലം കോശോ ഭൃത്യാമാത്യ സുഹൃത് ജന സർവേപി ശൂരസേനേശ ശോക മോഹഭയാർത്തിദാഹ ഗന്ധർവനഗരപ്രഖ്യ സ്വപ്ന കോമ മായോ മനോരഥാഹ സ്വപ്ന കോമ മായാമനോരഥാഹ ദൃശ്യമാന വിനാർദ്ധേന ന ദൃശ്യന്തെ മനോഭവാഹ കർമ്മഭിർധ്യായതോ നാനാ കർമാണി മനസോ ഭവൻ. അതിനകത്തൊന്നും പ്രത്യേകിച്ചില്ല. ഈ സന്താനാദികളെ ആഗ്രഹിക്കുന്നവർ ഉള്ളവരും സന്താനാദികൾ ഉള്ളവരും അനുഭവിക്കുന്ന സന്താപം അങ്ങ് തന്നെ അനുഭവിച്ചറിഞ്ഞു. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖവും അങ്ങ് അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് ജ്ഞാനോപദേശം കേൾപ്പാനുള്ള അധികാരം ഇപ്പോൾ അങ്ങേക്കുണ്ട്. അതുകൊണ്ട് പുത്രന്മാരെ പോലെ തന്നെ ഭാര്യ, ഗൃഹം, ധനം ഇവരെല്ലാ ഐശ്വര്യങ്ങളും സുഖവിഷയങ്ങളെന്ന് കരുതിയിരിക്കുന്നു. അതുപോലെ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ, രാജ്യ ഐശ്വര്യങ്ങൾ, ഭൂമി, രാജ്യം, സൈന്യം, എന്ന് വെച്ചാൽ ഭണ്ഡാരം, സ്വത്ത് കൂട്ടി വച്ചിരിക്കുന്ന സ്ഥലം, ഭൃത്യന്മാർ, അമാത്യന്മാർ, സുഹൃത്തുക്കൾ മുതലായ സകലവും ഹേ ശൂരസേനാധിപതി, ശൂരസേനൻ എൻ്റെ വംശത്തിൽ പിറന്ന ആളാണ്. ചഞ്ചലങ്ങളാണ്. ശോകം, മോഹം, ഭയം, പീഡ എന്നിവയെ ഇതെല്ലാം ദുഃഖം നൽകുന്നവയാണ്. ഗന്ധർവ നഗരം പോലെ കാരണം കൂടാതെ പെട്ടെന്ന് ഗന്ധർവ നഗരം എങ്ങനെയാണെന്ന് പറഞ്ഞത്, പെട്ടെന്ന് ഉണ്ടാകുകയും ചെയ്യും, പെട്ടെന്ന് സ്വപ്ന തുല്യമായിട്ട് മറഞ്ഞു പോവുകയും ചെയ്യും. സ്വപ്നത്തിലും മനോരഥത്തിലും കാണപ്പെടുന്ന ഈ ഓരോ പദാർത്ഥങ്ങൾ, സ്വപ്നത്തിൽ കാണപ്പെടുന്നതും നമ്മൾ മനസ്സിൽ ചുമ്മാ ചിന്തിച്ച്, ഉറക്കത്തിലാണ് സ്വപ്നം കാണുന്നത്, മനസ്സുകൊണ്ട് നമ്മൾ സ്വപ്നം കാണാറുണ്ടല്ലേ, മനസ്സ് ചുമ്മാതെ വെറുതെ ആലോചിച്ച് അങ്ങനെയാണെന്നെങ്കിൽ നന്നായിരുന്നു എന്ന പദാർത്ഥത്തെ, അങ്ങനെയുള്ള ആ സ്വപ്നത്തിലും വ്യാപാരത്തിലും കാണപ്പെടുന്ന കാര്യങ്ങളെ, മായയാൽ കാണപ്പെടുന്ന വിഭൂതികൾ എല്ലാം അനിത്യങ്ങളാണ്, ക്ഷണികങ്ങളാണ്, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അവ പരമാർത്ഥത്തിൽ ഇല്ലാത്തവയാണ്, ശരിക്കും ഇല്ലാത്തവയാണ്. ജന്മാന്തര കർമ്മവാസനകൾ നിമിത്തമാണ് അവയെ ധ്യാനിക്കുന്നത്. അത് മനോമാത്ര വിലസങ്ങൾ, മനസ്സുണ്ടാക്കുന്ന ഓരോ കാട്ടിക്കൂട്ടലുകളാണ് അതെല്ലാം. അയം ഹി ദേഹിനോ ദേഹോ ദ്രവ്യജ്ഞാനക്രിയാത്മക ദേഹിനോ വിവിധ ക്ലേശ സന്താപകൃദുദാഹൃത. സന്താപകൃത് ഉദാഹൃത. ദേഹിനോ വിവിധ ക്ലേശ എന്ന് നിർത്താൻ ചെറുതായിട്ടൊന്ന്. സന്താപകൃത് ഉദാഹൃത. മറ്റൊന്നും തിരുത്താനില്ല ഇതിനകത്ത്. ഈ ദേഹം കൊണ്ടാണ് ജീവന് ഈ വിധം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ദേഹം, ഈ ശരീരം കൊണ്ടാണ്, ശരീരം നിമിത്തമാണ് ജീവനാണ് അതിനകത്തുള്ള സത്ത്. അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഈ ക്ലേശം ഉണ്ടാകുന്നത് ശരീരത്തിൽ അഭിമാനിക്കുന്നത് കൊണ്ടാണ്. പഞ്ചഭൂതങ്ങൾ അവയുടെ വികാരങ്ങളായ ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾക്ക് ഓരോന്നിനൊരു വികാരമുണ്ട്, അതാണ് ജ്ഞാനം. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയുടെ സ്വരൂപമായി ഈ ശരീരത്തെ കുറിച്ച് അഭിമാനിക്കുന്ന ജീവൻ, അതിനകത്തിരിക്കുന്ന ജീവൻ അനേക വിധങ്ങളായ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നുവെന്ന് തത്വജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട്. സർവ്വ ദുഃഖങ്ങളുടെയും മൂല കാരണമാണ് ദേഹാഭിമാനം. അത് വളരെ 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 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ദേഹം, നമ്മുടെ ശരീരം ഞാനാണ് എന്നുള്ള ചിന്തയാണ് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. ഏത് ദുഃഖവും അതുകൊണ്ടാണ്. ശരീരം ഞാനാണ് ഇത് അനുഭവിക്കുന്നത് എന്നുള്ള, ശരീരത്തിനകത്തിരിക്കുന്ന മനസ്സാണല്ലോ ദുഃഖത്തെ അറിയുന്നത്, അല്ലേ? അപ്പം ഞാനാണ് ഇതിനൊക്കെ കാരണം. ഈ ശരീരം ഞാനാണെന്ന് ഓർക്കുന്നുണ്ട്. അതാണ് വളരെ അടുത്ത ആൾക്കാർ മരിക്കുമ്പോഴും ഉണ്ടാകുന്നൊരു ദുഃഖം, അകന്ന ബന്ധു മരിക്കുമ്പോഴും നമുക്കുണ്ടാകുന്നില്ല. അപ്പോൾ ശരീരം നമ്മളുമായിട്ടുള്ള ബന്ധം, ആ ശരീരബന്ധം നമുക്ക് എൻ്റെ എന്നുള്ള ആ തോന്നൽ, അതാണ് ശരീരം എന്ന് പറയുന്നത്. എൻ്റെ എന്നുള്ള തോന്നൽ നമുക്കില്ലാതെ ഇരിക്കുന്ന എപ്പോഴാണോ അപ്പം നമുക്ക് ദുഃഖമില്ല. എൻ്റേതിന് സംഭവിച്ചാലേ നമുക്ക് ദുഃഖമുള്ളൂ. അല്ല ഇത്രയും അകന്നത് ആകുമ്പോൾ നമുക്ക് ദുഃഖമില്ല. നമ്മുടെ സ്വന്തം ശരീരത്തിന് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഒത്തിരി വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, അതിനി ആവർത്തിക്കുന്നില്ല. ശരീരം നമ്മളാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് പെട്ടെന്ന് ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു കാരണത്തിന് ദുഃഖം ഉണ്ടാകും, നമുക്കും ദുഃഖം ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു അപകടം പറ്റിയാൽ നമുക്ക് ദുഃഖം ഉണ്ടാകും. വേറെ ദുഃഖം ഇല്ലയെന്ന് ചോദിച്ചാൽ
ഉണ്ട്. നമുക്കൊരു വിഷമമുണ്ട്, അയ്യോ അതങ്ങനെ പറ്റിയല്ലോ എന്ന് വെച്ചില്ല, അടുത്തുള്ള ഒരാളിൻ്റെ ആണ് ഒരു ചെറിയൊരു പരിക്ക് പറ്റിയെങ്കിൽ നമ്മൾ അയ്യോ എന്നാ ചെയ്തു, കൊണ്ടുപോയി കെട്ടിവെച്ചോ, അല്ല എന്താ ചെയ്തത്, മുറിവുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത്ര ആ ലോഹ്യം ചോദ്യത്തോടുകൂടി അത് തീർന്നു. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലോ അതിന് കുറേ കൂടെ തീവ്രത വരും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ മനസ്സിലാക്കാനായിട്ട്. തസ്മാത് സ്വസ്ഥേന മനസാ വിമൃശ്യ ഗതിമാത്മനഃ ദ്വൈതേ ധ്രുവാർത്ഥവിശ്രംഭം ത്യജോപശമം ആവിശ ത്യജോപശമം ആവിശ എന്നാക്കണം. അത് ത്യജോപശമം, പിന്നെ രണ്ടാമത്തെ മാ വെട്ടിയിട്ട് ആവിശ എന്നാക്കണം. മംന്നും ആക്കണമേ. ത്യജോപശമം ആവിശ, അത്രയേ ഉള്ളൂ. തിരുത്താനാണ്. അവിവേകമാണ് ദുഃഖത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയാൽ സാവധാന മനസ്സോടുകൂടി ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ചിന്തിച്ചിട്ട് നാനാവിധത്തിൽ വളരെ പലതരത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം സത്യമാണെന്നുള്ള വിശ്വാസത്തെ വിട്ടുകളയുക. അത് ഉപശാന്തിയെ ആശ്രയിക്കുക, ഉപശമത്തെ ആശ്രയിക്കുക, ആവിശ ആശ്രയിക്കുക. ഉപശമം ആവിശ. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിക്കാതെ ഇതെല്ലാം മിഥ്യയാണെന്ന് ചെറുതായിട്ട് വിചാരിച്ച് തുടങ്ങുക. അത് പറയാൻ പറ്റൂ നമുക്ക്. അത്ര പെട്ടെന്നൊന്നും എളുപ്പമൊന്നുമല്ല ഇവർ ഈ പറയുന്നതൊന്നുമേ. അങ്ങനെ ഓർക്കരുത്. ഞാനിത് പറയുന്നുണ്ട്, നിങ്ങളാരും ഓർക്കരുത് ഇതൊക്കെ എനിക്ക് അനുഭവവേദ്യമാണെന്ന്. ഞാൻ അനുഭവവേദ്യമായിട്ട് പറയുന്നതല്ല. ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി എടുത്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വാക്കുകളുടെ അർത്ഥം എന്നേ പറയാൻ പറ്റും. അതിൻ്റെ ആശയത്തെ ഒട്ടും തന്നെ ഗ്രഹിക്കാൻ പ്രാപ്തിയൊന്നുമില്ല. ഞാൻ പല പ്രാവശ്യം പറയുമ്പോൾ പക്ഷേ നമുക്കത് എന്താണത്, അത് ഇന്നതാണെന്ന് മനസ്സിലാകും, ഈ പറഞ്ഞു വരുന്നത് എന്നതാണെന്ന്. പക്ഷെ അത് അനുഭവത്തിൽ വേദ്യമാകാൻ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതാം മന്ത്രോപനിഷദം പ്രതീക്ഷ പ്രയതോ മമ യാം ധാരയൻ സപ്തരാത്രാദ ദ്രഷ്ടാ സംകർഷണം പ്രഭും. ഏതാം മന്ത്രോപനിഷദം പ്രതീക്ഷ പ്രയതോ മമ യാം ധാരയൻ സപ്തരാത്രാദ ദ്രഷ്ടാ സംകർഷണം പ്രഭും. അതായത് അംഗരസ് ഉപദേശിച്ച ആ പരമാർത്ഥ ജ്ഞാനത്തെ ഈശ്വരകാരുണ്യം കൊണ്ട് അല്ലാതെ ലഭിക്കുക ഇല്ലെന്ന് വന്നിരിക്കുന്നത് ആകയാൽ ഈശ്വരപ്രസാദ സിദ്ധിക്ക് കാരണമായ മന്ത്രത്തെ, ഈശ്വരസിദ്ധിക്ക് എളുപ്പമായിട്ടുള്ള ആ മന്ത്രത്തെ നാരദ ഉപദേശിക്കുന്നു. ശ്രേയസിനെ നൽകുന്ന ഈ മന്ത്രരൂപമായ ഉപനിഷത്തിനെ എന്നിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നാരദർ പറഞ്ഞു തരും. ഇതിനെ ഉപാസിക്കുന്നത് കൊണ്ട് 7 രാത്രികൾ കൊണ്ട് തന്നെ സംകർഷണ ഭഗവാനെ സന്ദർശിക്കും. ഭക്തിയുക്തനായിട്ട് ഗ്രഹിച്ചു കൊള്ളുക. നാരദൻ പറഞ്ഞു തരുന്ന മന്ത്രത്തെ നീ കേട്ടുകൊള്ളുക. 7 ദിവസം കൊണ്ട് തന്നെ നീ മുക്തനായി. നിനക്ക് ആരെ കാണാൻ പറ്റും? ശേഷ ഭഗവാനെ കാണാൻ പറ്റും. ഭഗവാനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാനെ കാണാൻ പറ്റിയ മുക്തിയായില്ലേ. അതുകൊണ്ട് സംകർഷണന് ശേഷനെ, ഭഗവാന്റെ കിടക്കയായിട്ടുള്ള ശേഷനെ കാണാൻ നിനക്ക് സാധിക്കും. അങ്ങനെ ഭക്തിയുക്തനായിട്ട് അതിനെ മനസ്സിലാക്കിക്കൊള്ളുക. യത്പാദമൂലമുപസൃത്യ നരേന്ദ്രപൂർവേ ശർവാദയോ ഭ്രമമിമം ദ്വിതയം വിസൃജ്യ സദ്യസ്തദീയമതുലാനധികം മഹിത്വം പ്രാദുർഭവാനപി പരം ന ചിരാത് ഉപൈതി. യത് പാദമൂലമുപസൃത്യ നരേന്ദ്രപൂർവേ ശർവാദയോ ഭ്രമമിമം ദ്വിതയം വിസൃജ്യ സദ്യഃ തദീയമതുലാൻ അധികം മഹിത്വം. ആ തദീയമതുലാൻ അധികം മഹിത്വം എന്നാണ് വാക്ക്. സദ്യ എന്നാണ്, അത് അവിടെയാണ് സ വന്നത്. അതുകൊണ്ട് സദ്യ സ വെട്ടി വേണേൽ കളയാം. സദ്യ തദീയമതുലാൻ അധികം മഹിത്വം പ്രാപുർ ഭവാനപി പരം ന ചിരാത് ഉപൈതി. ചിരാത് ശീഘ്രം, പെട്ടെന്ന്, ശീഘ്രം ഉപൈതി പ്രാപിക്കും. സംഘർഷണ സന്ദർശനത്തിൻ്റെ ഫലം എന്താണെന്ന് പറയുന്നു. സംഘർഷണനെ കണ്ടാൽ, അതായത് ശേഷഭഗവാനെ കണ്ടാൽ എന്താണ് ഗുണം? ആ സംഘർഷണ ഭഗവാന്റെ പാദമൂലത്തെ ആശ്രയിച്ച് പൂർവന്മാരായ ആരൊക്കെയാ? ഭഗൻ, ബുർവേദ്പാലം, ശർവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഹാദേവൻ മുതലായവർ ദ്വൈതഭ്രമത്തെ, ദ്വൈതം എന്ന് പറഞ്ഞാൽ 2, ഈശ്വരനും
ഞാനും ഈ ശരീരവും രണ്ടാണ് എന്ന് കണ്ട് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. അതാണ് ദ്വൈത ഭ്രമത്തെ ഉപേക്ഷിച്ചിട്ട് നിരതിശയമായിരിക്കുന്ന ഭഗവൻ മഹാത്മ്യത്തെ പ്രാപിക്കുന്നുവോ അതുപോലെ ഭഗവാനും കാലം താമസിയാതെ തന്നെ, കാലം കളയാതെ ഭഗവൻ മഹിമയെ സാക്ഷാത്കരിക്കും. ആരാണോ ഇത് പഠിക്കുന്നത് അവർക്ക് ഭഗവാന്റെ ഇതുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായം തീരുന്നു. ഹരി ഓം.